ചെറുവന്നൂർ വഴി വീണ്ടും ഇഡി ഇങ്ങനെ പിടിമുറുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കളൊക്കെ ജയിലാക്കുക എന്ന ലക്ഷ്യമാണോ ഇതിനൊക്കെ പിന്നിൽ? കരിമണ്ണൂർ ബാങ്കിൽ എന്താ പ്രശ്നം? എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതിങ്ങനെ ഓരോ ദിവസങ്ങളും പത്രങ്ങൾക്കൊരു വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു പാർട്ടിക്ക് ഒരു 5 ഡെപ്പോസിറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൂടെ ഒരു ബാങ്കിൽ? ഞങ്ങൾക്ക് പാർട്ടിക്ക് ഏതെല്ലാം ഘടകങ്ങളുണ്ട്? ഏതെല്ലാം ഘടകങ്ങൾ? ഇപ്പോഴത്തെ നിലയിൽ വരുന്ന വരുമാനവും ചെലവുമെല്ലാം ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, പൈസ വരുന്നില്ലെങ്കിൽ ആ അക്കൗണ്ട് അങ്ങനെ അവിടെ കിടക്കും. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൽ എന്താ ഇത്ര ആപത്ത്? അതാണോ വലിയ കുറ്റം? അക്കൗണ്ടുണ്ട്, 5 അക്കൗണ്ടുണ്ട്. എത്ര ഏരിയ കമ്മിറ്റി ഉണ്ട് ഞങ്ങൾക്ക്? എത്ര ലോക്കൽ കമ്മിറ്റികളുണ്ട്? എല്ലാവരും ഇപ്പോൾ അവരുടെ ഉള്ള വരുമാനം അവർ അക്കൗണ്ട് മുഖാന്തരല്ലേ കൈകാര്യം ചെയ്യുന്നത്. ഇത് വാർത്ത സൃഷ്ടിക്കുക, അങ്ങനെ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുക. ഇത് UDF വളരെ സന്തോഷം. അവർ സന്തോഷത്തോടു കൂടി അതിന് സ്വാഗതം ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അവരും ആലോചിക്കേണ്ട ഒരു ഘട്ടമാണിത്. അവർക്ക് നേരെ നോട്ടീസ് പോവുകയാണ്. അതുകൊണ്ട് ജനവിരുദ്ധമായ നിലപാടുകൾ, തെറ്റായിട്ടുള്ള അധികാര ദുർവിനിയോഗം, ഉദ്യോഗസ്ഥന്മാരെ പരിധി വിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി BJP ഉപയോഗിക്കുക. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് BJPക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? BJPയിലെ സഖ്യകക്ഷികൾക്ക് ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവിനെതിരായിട്ട് ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രതിപക്ഷത്തെ നോക്കി ആക്രമിക്കുക, അതിന് ഭരണരംഗത്തെ ദുരുപയോഗപ്പെടുത്തുക, ഇതല്ലേ ഇവിടെ പ്രകടമായി കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ എത്രമാത്രം രാജ്യത്ത് അപകടമുണ്ടാക്കും എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും നാടിന് ഗുണം ചെയ്യുന്നതല്ല. ഇതെല്ലാം വഴിവിട്ട യാത്രയാണ്, അപകടകരമായ പോക്കാണ്. ഏകകക്ഷി അമിതാധികാര വാഴ്ച അടിച്ചേൽപ്പിക്കാനുള്ളതിൻ്റെ ദുർലക്ഷണങ്ങളാണ് കാണുന്നത്. ഇത്തരത്തിൽ ഉള്ള എല്ലാ നീക്കങ്ങളെയും ചെറുത്ത പാരമ്പര്യമുള്ളതാണ് ഇന്ത്യൻ ജനത, ഇന്ത്യൻ മണ്ണ്, കേരളത്തിൻ്റെ മണ്ണ്. ആ ദൗത്യം ഈ ജനത നിർവഹിക്കും. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും. ആയില്ലേ? ഇനിയൊന്നും ഇല്ലല്ലോ. കാസർഗോഡ് ഈ ഇദ്ദേഹം തന്നെ, ഈ മൗലവി തന്നെ കൊടകിലാണ്, കൊടകിലാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെയാണ്. ഇന്നിപ്പോഴവിടെ കാസർഗോഡ് ഈ ഇതിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതുപോലെ തന്നെ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിക്കാർ, ഇവരെല്ലാം പത്രസമ്മേളനം നടത്തി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ അവർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. VD സതീശൻ്റെ RSS പ്രീണന നയത്തെ അവർ തന്നെ തുറന്നു കാണിച്ചിട്ടുണ്ട്. VD സതീശൻ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് എന്നും ആക്ഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ അവരുടെ ബന്ധുക്കൾ എല്ലാം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് നേരത്തെ തന്നെ അവരുമായിട്ട് അവരുടെ നിലപാടിനോട്, കോൺഗ്രസിൻ്റെ നിലപാടിനോട് വിയോജിപ്പുണ്ട്. ഇങ്ങനെ ഇനിയും പലരും പോകും. കോൺഗ്രസിൻ്റെ നേതൃത്വം തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അവർ ഈ കേരളത്തിൽ ആരാ അവരുടെ മുഖ്യ എതിരാളി? ഇടതുപക്ഷം. എന്തിനാണ് ഇവിടെ ഇടതുപക്ഷത്തെ എതിർക്കുന്നത്? എന്തിനാണ് ഇടതുപക്ഷത്തെ എതിർക്കുന്നത്? അതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ രാഷ്ട്രീയ നിഗമനങ്ങളും രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് കൂടുതൽ ഒറ്റപ്പെടും. ഇനിയും തകർച്ച അഭിമുഖീകരിക്കേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് എനിക്ക് കൊഴിഞ്ഞുപോക്കുണ്ടാകും. എവിടെ? വീട്ടിലാ? അവർ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് എത്ര പണം ഉണ്ടാക്കി? അവർ കൈവശം പൈസക്ക് വല്ല കുറവുണ്ടോ? അവരെടുക്കുന്ന കുറേ പൈസ ഇവർ പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം കണക്കല്ലേ. ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിയത് BJP, പിന്നെ ബോണ്ട് വാങ്ങി പണം ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ്.
ഇത് കോൺഗ്രസിൻ്റെ കാലം തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇതെല്ലാം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ അവർ കാണിക്കുന്നത് ഒരു നാടകമാണ്. അവരുടെ കൈവശം വൻതോതിൽ പണമുണ്ട്. ഈ വാങ്ങിയ പണമെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ പണമില്ലാത്ത പ്രശ്നമൊന്നുമല്ല, അത് ജനങ്ങളിലൊരു സിമ്പതി ഉണ്ടാക്കാൻ ഈ പണമെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട് അവരുടെ കയ്യിൽ. ഇതൊരു പ്രഹസനമായിട്ടാണ് അവരിത് കാണിക്കുന്നത്.